ഈ വരുന്ന ശനിയാഴ്ചയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് മറ്റൊന്നുമല്ല, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ചില പ്രസിദ്ധീകരണങ്ങൾ, ചില ഓൺലൈൻ ആപ്പുകളുടെയൊക്കെ പരസ്യങ്ങളൊക്കെ ആയിട്ട് ചില ഇതൊക്കെ തരും. നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളത് വാങ്ങിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത കണ്ടന്റ് ചില പകുതിയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓർക്കും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, പുറത്ത് കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടത്തില്ല എന്നൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ആ കോൺഫിഡൻസ്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ കോൺഫിഡൻസ് ആ ഒരു പ്രസിദ്ധീകരണം വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നെ നിങ്ങളവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലാനെടുത്ത്, പരീക്ഷയ്ക്ക് ചെല്ലാനെടുത്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് സംശയം പറയും, ഒരുപാട് കാര്യങ്ങൾ പറയും. നിങ്ങളതൊന്നും മൈൻഡണ്ട, ഒന്നും മിണ്ടാതിരിക്കുക, ആരോടും അധികം സംസാരിക്കണ്ട, ഇവിടെ പഠിച്ചെന്നോ എന്ത് പഠിച്ചെന്നോ ഒന്നും പറയണ്ട. നിങ്ങളവിടെ പോയിരിക്കുക. ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് വലിയ റാങ്ക് ഫയലുകൾ കാണും. ഇതൊന്നും കണ്ട് ആരും ഞെട്ടിയും വേണ്ട. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പ്രിപ്പറേഷൻ ചെയ്ത സ്റ്റുഡൻസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ പരസ്യങ്ങളൊന്നും തന്നെ വാങ്ങിക്കാതെ അതൊന്നും വായിച്ച് നോക്കരുത്. അവസാനം അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻസ്ഡ് ആവും, നിങ്ങളുടെ പരീക്ഷയെ അത് മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത്. ഇനി അവസാന നിമിഷം കുറേ പഠിച്ച് ഇനിയും പഠിക്കണം, അഥവാ ഇനി കറണ്ട് അഫയേഴ്സ് കുറേ നോക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധനങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. അല്ലാതെ നിങ്ങളിനി ഇതെല്ലാം പഠിച്ച് തീർത്തിട്ടല്ല, നമ്മളൊരു പീക്ക് ലെവലിൽ എത്തുക, അതിന് മുകളിൽ ഒരു കട്ട് ഓഫിന് മുകളിൽ കുറച്ചധികം മാർക്ക് മേടിച്ചുകൊണ്ട്, അതായത് ഒരു 60 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ ഒരു 70 മാർക്കിൻ്റെ അടുത്ത് മേടിച്ചാൽ ജോലി കിട്ടും, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് മേടിച്ചാൽ നല്ല റാങ്കിലേക്ക് വരാൻ പറ്റും. അല്ലാതെ 100 അറ്റൻഡ് ചെയ്തിട്ടല്ല ഒരു കുട്ടിയും ഇവിടെ ജോലി മേടിച്ചിരിക്കുന്നത്. ഒരാൾ 90-ന് മേളിൽ മാർക്ക് കിട്ടിയത് കൊണ്ടല്ല LDക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ അവിടെ പോയി ഒന്ന് വിലയിരുത്തുക, മറ്റുള്ളവരുടെ മുഖത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പരീക്ഷ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ടഫാണ്, മോശമാണ്, സിമ്പിളാണ് പരീക്ഷ എന്നുള്ളത്. ടഫാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കൂടുതൽ അറ്റൻഡ് ചെയ്ത് ഇതാക്കാൻ നിൽക്കരുതും. അറിയാവുന്ന കാര്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു അത്യാവശ്യം മോശമല്ലാത്തൊരു മാർക്കിലേക്ക് എത്താൻ മാത്രം നോക്കിയാൽ മതി. വളരെ സിമ്പിളാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരുപാട് കറക്റ്റ് എഴുതരുതും. 50% അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. 4 ചോയ്സും അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. 4 ചോയ്സ് ആണെങ്കിൽ എന്തായാലും നമുക്കവിടെ 4 ചോയ്സും അറിയത്തില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും തെറ്റുകൾ വരാം, മൈനസിലേക്കേ പോകത്തുള്ളത്. പക്ഷെ 2 ചോയ്സുകൾ തമ്മിൽ നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ട്. നിങ്ങൾ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം അവസാനം 2 എണ്ണം ബാക്കി നിൽക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് അറ്റൻഡ് ചെയ്താൽ പോലും 10 എണ്ണം അറ്റൻഡ് ചെയ്താൽ 5 എണ്ണം കിട്ടും. 5 എണ്ണം കിട്ടിയാൽ അപ്പോൾ നമുക്ക് 3 മാർക്ക് നമുക്ക് കിട്ടും. നമ്മൾ ഒന്നും ചെയ്യാതിരുന്നത് കിട്ടത്തില്ല. അപ്പോൾ 2 ചോയ്സുകൾ തമ്മിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. 4 ചോയ്സും അറിയാൻ പാടില്ലെങ്കിൽ കറക്കി കുത്താനൊന്നും ആരും നിൽക്കരുത്. പിന്നെ പരീക്ഷ അത്യാവശ്യം വേഗത്തിൽ തന്നെ എഴുതാം, പക്ഷെ അവസാനം ഉള്ള ടെസ്റ്റൊക്കെ നോക്കണം. തെറ്റായ ഉത്തരമാണ്, ശരിയാണ്, ആദ്യത്തേതാണ്, എങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ അപേക്ഷിച്ച് ഏത് ഡയറക്ഷനാണ്, അല്ല ഇപ്പോൾ അയാൾ ഏത് ഡയറക്ഷനാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവസാന വാക്ക് പോലും വായിച്ചതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോകാവുള്ളൂ. പിന്നെ ഒരു കുറച്ച് ടൈം വേണ്ടി വന്നാൽ ചിലപ്പം വല്ല മാത്സൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് മുകളിൽ ചെയ്യാൻ വേണ്ട, 1 മിനിറ്റിൻ്റെ അടുത്ത് ചെയ്യാൻ വേണ്ട സമയം വേണ്ട ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനുമായിട്ടുള്ള കണക്ഷൻ പിന്നീട് നഷ്ടപ്പെടും. അപ്പോൾ ഇവർ എന്താ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ വ്യാസം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു ഗോളത്തിൻ്റെ കണ്ടുപിടിക്കും, വ്യാപ്തമൊക്കെ തന്നിട്ട് വ്യാസം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്. പെട്ടെന്ന് ആ വാല്യൂ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ ആൻസറിലേക്ക് പോകരുത്. അത് നോക്കി കറക്റ്റ് ഉറപ്പിച്ചിട്ട് മാത്രമേ അതൊക്കെ എഴുതാവുള്ളൂ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ SCERT എല്ലാ കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബയോളജി നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്, ഫിസിക്സ് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ജോഗ്രഫി കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഭരണഘടന എടുത്ത് ചെയ്തിട്ടുണ്ട്, ലക്ഷ്മികാന്തിന് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SCERT കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, +1 ചെയ്തിട്ടുണ്ട്, തത്തുല്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലെയും ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വരാം അതൊക്കെ നിങ്ങൾക്ക് അടിച്ചു തന്നിട്ടുണ്ട്. പരീക്ഷകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, അവസാനത്തെ ടോപ്പിക് എക്സാമുകൾ നടത്തിയിട്ടുണ്ട്. ഇത്രയും ദിവസത്തെ പരീക്ഷകൾ വെച്ചിട്ട് നമുക്ക് 85-90 വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മാത്രമായിട്ടൊരു മോശം പരീക്ഷ വരത്തില്ല. ഇപ്പോൾ ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിൽ പരീക്ഷ എഴുതുന്ന എല്ലാവരും തന്നെ ഇപ്പം ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. അല്ല നിങ്ങൾ മാത്രം ടെൻഷനും മറ്റുള്ളവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, അങ്ങനെയല്ല. പഠിക്കുന്ന എല്ലാവരും ഇപ്പം ടെൻഷനിലായിരിക്കും. എല്ലാവരും ഇതിന് ഭയങ്കര ടെൻഷനിലുമായിരിക്കും ശനിയാഴ്ച പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടെൻഷൻ ഓവർകം ചെയ്ത് ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങളുടെ ഒരു 10ഓളം മാർക്ക് നഷ്ടപ്പെടും, ഓവർ ടെൻഷൻ ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മറ്റുള്ളവർ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ആ ടെൻഷനെ ഓവർകം ചെയ്തുകൊണ്ട് നന്നായിട്ട് പരീക്ഷ എഴുതുകയാണ് ചെയ്യേണ്ടത്. കാര്യം മറ്റുള്ളവർ 28 പേജ്
വനിതാ കമ്മീഷൻ പഠിച്ചപ്പോൾ നമ്മൾ 6 പേജ് തന്നിട്ടുള്ളത്. 6 പേജിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുണ്ട്. നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എല്ലാവരും ഓൺലൈൻ എല്ലാ മേഖലകളിലും 10-30 പേജ് നിങ്ങൾക്ക് തന്നപ്പോൾ നമ്മൾ 8 പേജ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനും പറ്റും, റിവൈസ് ചെയ്യാനും പറ്റും. മറ്റുള്ളവർ അപ്പം ഇപ്പോഴും അത് വായിച്ച് തീർക്കുമ്പോൾ 1 മാർക്കിൻ്റെ കണ്ടന്റ് വായിക്കാൻ വേണ്ടി 1 മണിക്കൂർ 2-3 മണിക്കൂർ എടുക്കേ. നമുക്ക് 1 മാർക്കിൻ്റെ കണ്ടന്റ് അരമണിക്കൂർ പോലും വേണ്ട ഇപ്പോൾ റിവിഷൻ ചെയ്യാൻ. നമ്മുടെ കാര്യം വളരെ കുറച്ച് സാധനം തന്നിട്ടാണ് നിങ്ങൾ പഠിച്ചത്. മറ്റുള്ളവർ ഇപ്പോഴും ഒരുപാട് വലിയ വലിയ ബുക്കുകളും വലിയ വലിയ സാധനങ്ങളൊക്കെ ഇരുന്ന് പഠിച്ച് തീർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കുണ്ടാകുന്ന ടെൻഷൻ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. കാര്യം നിങ്ങൾക്ക് കുറച്ച് കണ്ടന്റിൽ നിന്ന് കൃത്യമായിട്ട് കണ്ടന്റ് തീർത്ത് പോകാവുന്ന രീതിയിൽ ഓരോ ക്ലാസ്സും 6 പേജ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്താണ് തന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പഠിച്ച് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തൊക്കെ പോകാൻ പറ്റും. പിന്നെ നമുക്കറിയാവുന്ന കണ്ടന്റുകൾ വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. SCRT ആണ് നമ്മൾ ഇപ്പോൾ അറിയാൻ പാടില്ലാത്ത പുറത്തുനിന്നൊരു സാധനം വരികയാണ് തെറ്റാണ് എന്നുള്ളൊരു അസ്യൂം നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ SCRT കംപ്ലീറ്റ് പഠിച്ചിട്ടുള്ളത് കൊണ്ടും +1 ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചത് കൊണ്ടും ഹോം പേജുകളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പുറത്തുനിന്നൊരു കാര്യം എടുക്കുന്നത് എപ്പോഴും തെറ്റായിട്ടുള്ളൊരു കണ്ടന്റ് ചേർക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് കോമൺ സെൻസിൽ നിൽക്കാത്തൊരു കാര്യമാണെങ്കിൽ അത് തെറ്റാണെന്നുള്ളൊരു ഇതിലേക്ക് എത്താൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അവസാനമാകുന്നേരത്ത് നിങ്ങളിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനുകൾ നിങ്ങൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും ലാസ്റ്റിന് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? മൈനസ് അടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രാമത്തെ പ്രധാനമന്ത്രിയാണെന്ന് ചോദ്യമെങ്കിൽ നിങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു നോക്കും അല്ലേ? പരീക്ഷയുടെ ഇറങ്ങാ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നോക്കും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15ാമത്തെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15ാമത്തെ പ്രധാനമന്ത്രി. അപ്പോൾ 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് ഇതെല്ലാം അവസാനം വരാൻ നേരത്ത് നിങ്ങൾ പെട്ടെന്ന് വായിക്കണം. അവസാനം 2ാമത്തെ റൗണ്ടിൽ നിങ്ങൾ എഴുതാൻ നേരത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രാമത്തെ പ്രധാനമന്ത്രി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ 15 എന്ന് വരും. കാര്യം എന്താ? നിങ്ങൾ പരീക്ഷാ സമയത്ത് ഇരുന്ന് പഠിച്ചുകൊണ്ടാണത്. നിങ്ങൾ പരീക്ഷയുടെ സമയത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ കാര്യം അവസാനം വരികയാണ് നിങ്ങളിലേക്ക് പെട്ടെന്ന്. നിങ്ങൾ പെട്ടെന്ന് എഴുതും, കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയും. ഈ കിട്ടുന്നതൊക്കെ തെറ്റായിരിക്കും. അതുകൊണ്ട് അവസാന നിമിഷം നിങ്ങൾ ഇതുപോലെയുള്ള അതിസാഹസികതയ്ക്കൊന്നും നിൽക്കരുതും. സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്ത് നന്നായിട്ട് എഴുതുക. അവസാനം ഈ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുന്ന ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് പഠിച്ചതൊക്കെ അവസാനം പെട്ടെന്ന് കിട്ടണമായിട്ട് തോന്നും. അതൊന്നും എഴുതണ്ട. ആ സമയത്തൊക്കെ അറിയാൻ പാടില്ല എഴുതണ്ട. ഞാൻ പറഞ്ഞ പോലെ 2 എലിമിനേഷൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ട് അവസാനത്തെ റൗണ്ടിൽ ആ മൈനസ് ഉണ്ടാക്കുന്ന പരിപാടിയില്ലേ, അത് നിങ്ങൾ ചെയ്യരുത്. പിന്നെ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ നിങ്ങൾ മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഓർത്തോണം, നിങ്ങൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ടെൻഷനിലായിരിക്കും. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ടെൻഷൻ ഓവർകം ചെയ്ത് എഴുതാൻ നിങ്ങൾക്ക് പറ്റും. മറ്റുള്ളവർ തീർന്നിട്ടില്ലെന്നും പറഞ്ഞ് പോകുമ്പോൾ നമ്മളെല്ലാം സിലബസ് എല്ലാം തീർന്നിട്ടാണ് പോകുന്നത്. അറിയാൻ പാടില്ലാത്തത് എഴുതണ്ട. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടല്ല ആരും പരീക്ഷയിൽ വിജയിക്കുന്നത്. അപ്പം എല്ലാവർക്കും ആ കട്ട് ഓഫിന് മുകളിൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള ടോപ്പിക്കുകളും നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതിയതിന് ശേഷം കട്ട് ഓഫ് അനലൈസ് ചെയ്യുന്ന 85 കട്ട് ഓഫ് വരും, 90 കട്ട് ഓഫ് വരും എന്നൊക്കെ പറയുന്നവരുടെ വീഡിയോ ഒന്നും ആരും കാണരുതും. അതൊക്കെ കണ്ട് വെറുതെ ആവശ്യമില്ല ടെൻഷൻ അടിക്കണ്ട. അതെന്ന് പറഞ്ഞാൽ 85 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് വരുമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മെറ്റീരിയലിൽ നിന്നാണ് ഇതെല്ലാം വന്നെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് അവിടെ കിട്ടിയില്ലല്ലോ, അപ്പോൾ അവിടെ തന്നെ ചേർന്ന് പഠിക്കാം. അങ്ങനെ ഒരു സൈക്കോളജിക്ക് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊഫഷണൽ ആൻസർക്ക് വരിക. കട്ട് ഓഫ് എത്ര വരുമെന്ന് നമുക്ക് ക്ലാസ്സിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും സമാധാനത്തോടെ പരീക്ഷ എഴുതുക. അതിനുശേഷം എല്ലാവരും ക്ലാസ്സിൽ വരിക. നമുക്ക് നേരിട്ട് കാണാം. എല്ലാവർക്കും നന്നായിട്ട് തന്നെ പഠിച്ചതൊക്കെ എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വിജയകുമാർ. നന്ദി, നമസ്കാരം.